നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ജൽജീവൻ മിഷൻ പ്രവൃത്തിയുടെ ഭാഗമായി പൊളിച്ചിട്ട റോഡുകൾ പുനർനിർമ്മിക്കാത്തതിൽ പ്രതിഷേധിച്ച് ബിജെപി അവണിശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചേർപ്പ് വാട്ടർ അതോറിറ്റി ഓഫീസിന് മുൻപിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. പള്ളിപ്പുറം ഗ്രാമീണ വായനശാലയിൽ വായനാ വസന്തത്തിന്റെ ഉദ്ഘാടനവും ഹരിത ഗ്രന്ഥാലയ പ്രഖ്യാപനവും നടന്നു. വായനാ വസന്തത്തിന്റെ കവയിത്രി ദർശന ഉദ്ഘാടനം ചെയ്തു. പാറളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ വായനശാലയെ ഹരിത ഗ്രന്ഥാലയമായി പ്രഖ്യാപിച്ചു. തൃശൂർ അതിരൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസി നടത്തിയ സ്കോളർഷിപ്പ് പരീക്ഷയിൽ LP UP വിഭാഗങ്ങളിൽ 1ാം സ്ഥാനവും ഓവറോളും നേടിയ കോടന്നൂർ സെന്റ് ആന്റണീസ് UP സ്കൂൾ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും അനുമോദിച്ചു. വാർത്തകൾ വിശദമായി. ജൽജീവൻ മിഷൻ പ്രവൃത്തിയുടെ ഭാഗമായി പൊളിച്ചിട്ട റോഡുകൾ പുനർനിർമ്മിക്കാത്തതിൽ പ്രതിഷേധിച്ച് ബിജെപി അവണിശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചേർപ്പ് വാട്ടർ അതോറിറ്റി ഓഫീസിന് മുൻപിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. യുവമോർച്ച മുൻ ജില്ലാ പ്രസിഡന്റ് സബീഷ് മരതയൂർ ഉദ്ഘാടനം ചെയ്തു. രീതി തന്നെയാണ് അവണിശ്ശേരി ഗ്രാമപഞ്ചായത്തിലും ഉണ്ടായിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത് വ്യത്യസ്തമായ രീതിയിലാണ് ഭരണനിർവഹണത്തിലെ വീഴ്ചകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇതുപോലെ തന്നെ നാട്ടിക ഗ്രാമപഞ്ചായത്തിന്റെ ഒരു പ്രതിഷേധ പരിപാടിയിൽ ഞാൻ തന്നെയാണ് പങ്കെടുത്തത്. ആ പ്രതിഷേധം അവിടെ തൊഴിലുറപ്പ് തൊഴിലാളികള്, ഉദ്യോഗസ്ഥര് അവിടുത്തെ മെറ്റീരിയൽ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രൊജക്ടുകളില് ഈ മാർച്ച് മാസം പൂർത്തീകരിക്കുന്ന സമയമായിട്ട് പോലും ഒരു ടെൻഡർ നടപടി സ്വീകരിക്കുക പോലും ചെയ്യാതെ ആ കേന്ദ്രാവിഷ്കൃത പദ്ധതിയെ തകർത്ത് ദരിദ്രമാക്കിയ സാഹചര്യത്തിന് എതിരെയുള്ള പ്രതിഷേധം. അതുപോലെ തന്നെയാണ് ഇത് അവണിശ്ശേരി പഞ്ചായത്തില് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഭരണം നടക്കുന്ന അവണിശ്ശേരി ഗ്രാമപഞ്ചായത്തിലും ഈ ജലജീവൻ മിഷനുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർ നടത്തിക്കൊണ്ടിരിക്കുന്ന കെടുകാര്യസ്ഥതയും അതുപോലെ തന്നെ ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് റോഡുകൾ പൊളിച്ചിട്ട് അത് പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിക്കാതെയും ഈ രീതിയിലുള്ള ദുർഭരണവുമായി മുന്നോട്ട് പോകുന്നു. ബിജെപി പഞ്ചായത്ത് പ്രസിഡന്റ് ബബീഷ് അധ്യക്ഷത വഹിച്ചു. ജൽജീവൻ മിഷൻ പ്രവൃത്തികളുടെ ഭാഗമായി പൊളിച്ചിട്ട റോഡുകളിലെ അറ്റകുറ്റപ്രവൃത്തികൾ നടത്താത്തതിനെതിരെയും പദ്ധതി കൃത്യമായി മേൽനോട്ടം വഹിക്കാത്തതിനെതിരെയുമാണ് ധർണ സംഘടിപ്പിച്ചത്. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ജൽജീവൻ മിഷന്റെ 3ാം ഘട്ട പ്രവർത്തനങ്ങൾ ഭാഗമായി കരാറുകാരൻ ഏറ്റെടുത്ത് പ്രവൃത്തി ആരംഭിച്ച ജൽജീവൻ മിഷൻ ഇന്ന് പാതി വഴിയിൽ നിന്ന സ്ഥിതിയിലാണ്. നിരവധി റോഡുകള് പൊളിച്ചിട്ടിട്ട് ജനങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം, അവണിശ്ശേരി പഞ്ചായത്തിലെ ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ച തരത്തിലാണ് ഇന്ന് വാട്ടർ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ ഈ പ്രവൃത്തി മുന്നോട്ട് പോകുന്നത്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, ഇതിന്റെ നടത്തിപ്പ് കേരള വാട്ടർ അതോറിറ്റിയാണ്. ഒരു കരാറുകാരൻ പ്രവൃത്തി ഏറ്റെടുത്ത സമയത്ത് അത് കൃത്യസമയത്ത് മേൽനോട്ടം വഹിക്കുകയും അതിൻ്റെ കുറവുകൾ പരിഹരിക്കുകയും അവർക്ക് വേണ്ട വിധ നിർദ്ദേശം കൊടുക്കുകയും ഒക്കെ ചെയ്യേണ്ടത് ഈ വാട്ടർ അതോറിറ്റിയുടെ ഒക്കെയാണ്. ഒരു വർഷത്തിലധികമായി റോഡുകൾ പൊളിച്ചിട്ട് അറ്റകുറ്റപ്രവൃത്തികൾ നടത്താത്ത സ്ഥിതിയാണ് നിലവിലുള്ളത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹരി സി നരേന്ദ്രൻ, വൈസ് പ്രസിഡന്റ് ഗീതാ സുകുമാരൻ, ജനപ്രതിനിധികളായ സൂര്യ ശോഭി, സായ രാമചന്ദ്രൻ, രമണി നന്ദകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ CK സുനിൽകുമാർ, മണ്ഡലം വൈസ് പ്രസിഡന്റ് ശോഭി പുറത്താള എന്നിവർ പങ്കെടുത്തു. പള്ളിപ്പുറം ഗ്രാമീണ വായനശാലയിൽ വായനാ വസന്തത്തിന്റെ ഉദ്ഘാടനവും ഹരിത ഗ്രന്ഥാലയ പ്രഖ്യാപനവും നടന്നു. വായനാ വസന്തത്തിന്റെ കവയിത്രി ദർശന ഉദ്ഘാടനം ചെയ്തു.
പാർളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ വായനശാലയെ ഹരിത ഗ്രന്ഥാലയമായി പ്രഖ്യാപിച്ചു. സംസ്ഥാന ലൈബ്രറി കൌൺസിലിന്റെ നിർദ്ദേശാനുസരണം പള്ളിപ്പുറം ഗ്രാമീണ വായനശാലയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ വായനശാല പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ഹരിത ഗ്രന്ഥാലയത്തിന്റെ പ്രവർത്തനവും വീടുകളിലേക്ക് പുസ്തകങ്ങൾ എത്തിക്കുന്ന വായനാ വസന്തം എന്നീ ലൈബ്രറി കൌൺസിലിന്റെ പദ്ധതികളെക്കുറിച്ച് ചേർപ്പ് പാർലം നേതൃസമിതി കൺവീനർ MK വിലാസ് വിശദീകരിച്ചു. യോഗത്തിൽ സെക്രട്ടറി ജയാനന്ദൻ കുന്നത്ത്, വൈസ് പ്രസിഡന്റ് VP ധനലക്ഷ്മി എന്നിവർ സംസാരിച്ചു. തൃശൂർ അതിരൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസി നടത്തിയ സ്കോളർഷിപ്പ് പരീക്ഷയിൽ LP UP വിഭാഗങ്ങളിൽ 1ാം സ്ഥാനവും ഓവറോളും നേടിയ കോടന്നൂർ സെന്റ് ആന്റണീസ് UP സ്കൂൾ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും അനുമോദിച്ചു. സ്കൂൾ മാനേജ്മെന്റിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിപാടി നാട്ടിക നിയോജക മണ്ഡലം MLA CC മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു. മറ്റുള്ളത് വ്യത്യസ്തമാണ്. എന്തൊക്കെയാണെങ്കിൽ തന്നെ നമ്മുടെ പ്രദേശത്തിന്റെ ഗ്രാമീണ മേഖലയെ മികവ് ഉയർത്തിക്കൊണ്ടുവരുന്നത് നിർണായക പങ്കുവഹിക്കാൻ കഴിവുള്ള നമ്മുടെ ഈ പ്രദേശത്തെ വിദ്യാർത്ഥികൾ അവരുടെ വിശദമായ പഠന ആഗ്രഹം കൊണ്ടുകൊണ്ട് പാഠ്യേതര വിദ്യാഭ്യാസം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കൊണ്ടുപോകുമ്പോൾ വലിയ വലിയ മാറ്റങ്ങളാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉൾക്കൊള്ളാൻ കഴിയുന്നത്. കഴിഞ്ഞ വർഷത്തിൽ തന്നെ ഇപ്പം നമ്മുടെ UP LP സ്കൂൾ മാത്രമല്ല ഹൈസ്കൂള് നമ്മുടെ കഴിഞ്ഞ വിദ്യാഭ്യാസത്തിലെ +2 പരീക്ഷയ്ക്ക് കുട്ടികൾ മൊത്തം വരുന്നതിൽ 990 കുട്ടികൾക്ക് A+ ലഭിച്ചു എന്ന് പറയുമ്പോൾ തന്നെ വളരെയേറെ മെച്ചപ്പെട്ട അനുഭവമാണ് നമ്മുടെ പ്രദേശത്തുള്ളത്. അപ്പം വിദ്യാഭ്യാസ രംഗത്ത് മികവ് കഴിവുള്ള അത് കുട്ടികൾ മാത്രമല്ല രക്ഷിതാക്കളും അതുപോലെ സ്റ്റേജിലുള്ള നമ്മുടെ അധ്യാപകരോടുള്ള ഒരു വലിയൊരു ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്കൊരു മെച്ചപ്പെട്ട രീതിയിലുള്ള ഒരു മാറ്റം നമുക്ക് ലഭിച്ചത്. ഉന്നത വിജയം നേടിക്കൊടുത്ത അധ്യാപകർക്കും സ്കോളർഷിപ്പ് നേടിയ വിദ്യാർത്ഥികൾക്കുമുള്ള ഉപഹാരങ്ങൾ ചടങ്ങിൽ കൈമാറി. പള്ളി പ്രതിനിധി സെക്രട്ടറി ഷിബി ചാഴൂർ, വാർഡ് മെമ്പർ ജൂബി മാത്യു, പള്ളി ട്രസ്റ്റി സന്തോഷ് മാടവന, അഡ്വൈസറി ബോർഡ് പ്രതിനിധി ലിസി, സ്കൂൾ കൺസ്ട്രക്ഷൻ കമ്മിറ്റി ചെയർമാൻ സ്റ്റെനി, PTA പ്രസിഡന്റ് MK ആനന്ദൻ, MPTA പ്രസിഡന്റ് ശ്രീജ ബൈജു, സ്കൂൾ പ്രധാനാധ്യാപിക KP മിനിമോൾ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. അതിനാൽ ഇന്ന് തൃശ്ശൂർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ചങ്കൂറ്റത്തോടുകൂടെ ശിരസുയർത്തി നിൽക്കുകയാണ് ഈ ഗ്രാമീണ കോടന്നൂർ സെന്റ് ആന്റണീസ് UP സ്കൂൾ എന്ന അഭിമാനത്തോടെ ഞാൻ പറയുകയാണ്. ഉന്നത വിജയം നേടിക്കൊടുത്ത അധ്യാപകർക്കും സ്കോളർഷിപ്പ് നേടിയ വിദ്യാർത്ഥികൾക്കുമുള്ള ഉപഹാരങ്ങൾ ചടങ്ങിൽ കൈമാറി. പള്ളി പ്രതിനിധി സെക്രട്ടറി ഷിബി ചാഴൂർ, വാർഡ് മെമ്പർ ജൂബി മാത്യു, പള്ളി ട്രസ്റ്റി സന്തോഷ് മാടവന, അഡ്വൈസറി ബോർഡ് പ്രതിനിധി ലിസി, സ്കൂൾ കൺസ്ട്രക്ഷൻ കമ്മിറ്റി ചെയർമാൻ സ്റ്റെനി, PTA പ്രസിഡന്റ് MK ആനന്ദൻ, MPTA പ്രസിഡന്റ് ശ്രീജ ബൈജു, സ്കൂൾ പ്രധാനാധ്യാപിക KP മിനിമോൾ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. പൂരമേതായാലും ആവേശത്തിന് കുറവില്ല. ആനയും അമ്പാരിയും ആലവട്ടവുമൊക്കെ മത്സരാവേശം കൂടിയാകുമ്പോൾ കമ്മിറ്റിക്കാർ ധരിക്കുന്ന ബാഡ്ജിലും അതേ ആവേശം ഉൾക്കൊള്ളുന്ന പൂരാഘോഷവും അവ നിർമ്മിക്കുന്ന ദമ്പതികളെയും പരിചയപ്പെടാം. കുട്ടൻകുളങ്ങര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ചുള്ള പൂരമാണ് ചൊവ്വാഴ്ച. പൂരാവേശം കൊട്ടിക്കയറാൻ ഒരുക്കങ്ങൾ തകൃതി. ആനയും ആലവട്ടവും മാത്രമല്ല, അതിനൊപ്പം നിൽക്കുന്ന വെറൈറ്റി ബാഡ്ജുകൾ നിർമ്മിക്കുകയാണ് എടത്തെടത്ത ശശി സന്ധ്യ ദമ്പതികൾ. പൂരാവേശം കൊള്ളുമ്പോൾ അതിന്റെ പ്രൗഢി വിളിച്ചോതുന്നതാകണം ധരിക്കുന്ന ബാഡ്ജും എന്ന ചിന്തയാണ് നന്മ വള്ളിശ്ശേരി കമ്മിറ്റി വെറൈറ്റി ബാഡ്ജ് ഒരുക്കുന്നതിന് പിന്നിൽ.
പ്ലാസ്റ്റിക്കും കടലാസും ഉപയോഗിച്ച് ആലവട്ടവും വെഞ്ചാമരവും പോലുള്ള ബാഡ്ജുകളാണ് ഇക്കുറി നന്മ വള്ളിശ്ശേരി പൂരാഘോഷ കമ്മിറ്റി ഉപയോഗിക്കുക എന്നതാണ് പ്രത്യേകത. പൂരത്തിനോടുള്ള ആവേശം തന്നെയാണ് ഈ വെറൈറ്റി ആവശ്യത്തിന് പിന്നിലേതും. രാവും പകലും വ്യത്യാസമില്ലാതെ അവസാനവട്ട മിനുക്കുപണികളിലാണ് സന്ധ്യ ശശി ദമ്പതികൾ. നന്മ പൂരാഘോഷ കമ്മിറ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യമായി ബാഡ്ജ് എന്ന സങ്കല്പം കൊണ്ടുവന്നത്. അതായത് പൂരത്തിന് എല്ലാം ഒരു വെറൈറ്റി വേണമെന്ന ആശയത്തോടു കൂടിയിട്ടാണ് നമ്മളിത് കൊണ്ടുവന്നത്. എല്ലാവരും ബാഡ്ജ് ഉണ്ടാക്കുമ്പോൾ അത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ കളയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അതിൽ നിന്നൊരു വ്യത്യസ്തത, അതായത് എന്തെങ്കിലും ഒരു വ്യത്യാസം വേണമെന്നുള്ള ആശയത്തോടു കൂടിയിട്ടാണ് നമ്മൾ ബാഡ്ജ് കൊണ്ടുവന്നത്. അത് 13 വർഷമായി നമ്മൾ ഓരോ വെറൈറ്റി ഉണ്ടാക്കണു. കോലം, അതുപോലെ തന്നെ നെറ്റിപ്പട്ടം, അങ്ങനെ ശിവസുന്ദരനെ കൊണ്ടുവന്നപ്പോൾ ശിവസുന്ദരൻ്റെ വെച്ചിട്ടുള്ള ഒരു ബാഡ്ജാണ് ആ കൊല്ലം ഉണ്ടാക്കിയത്. എല്ലാവർക്കും ഇഷ്ടപ്പെടാറുണ്ട്. അതുപോലെ തന്നെ എല്ലാവരും ആ വീടുകളിലെല്ലാവരും സൂക്ഷിക്കാറുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ ഒരു സന്തോഷം. കഴിഞ്ഞ 13 വർഷമായി നന്മ പൂരാഘോഷ കമ്മിറ്റിക്ക് നെറ്റിപ്പട്ടം, ആലവട്ടം, വെഞ്ചാമരം തുടങ്ങി പല രൂപത്തിലുള്ള ബാഡ്ജുകൾ ഇവർ തന്നെയാണ് നിർമ്മിക്കുന്നത്. കമ്മിറ്റിക്ക് നമ്മൾ എല്ലാ വർഷവും ഓരോ വ്യത്യസ്തമായിട്ടുള്ള പുതുമയുള്ള പരിപാടികൾ കൊണ്ടുവരാറുണ്ട്. അതിൻ്റെ ഒപ്പം നമ്മൾ ബാഡ്ജും കൂടി ഒരു പുതുമ വേണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഇത് തുടങ്ങിയത്. ആശയം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതിനോടനുബന്ധിച്ച് ഓരോ വർഷവും നമ്മൾ ഇപ്പോൾ 13 വർഷമായി തുടങ്ങിയിട്ട്. ആദ്യത്തെ വർഷം നമ്മൾ ഉണ്ടാക്കിയത് കോലമായിരുന്നു. അങ്ങനെ ഇപ്പോൾ 13 വർഷം ഓരോ രൂപത്തിനനുസരിച്ച് വ്യത്യസ്തമായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നു. അപ്പോൾ ആളുകൾക്കൊക്കെ അത് ഇഷ്ടമായി എന്ന് പറഞ്ഞതിൽ വലിയ സന്തോഷം. എല്ലാവരും ഈ വർഷം ഗുരുവായൂരപ്പൻ്റെ ബാഡ്ജാണ് ഉണ്ടാക്കിയത് അവസാനമായിട്ട്. അടുത്ത വർഷം ഇതിലും എന്തെങ്കിലും വ്യത്യാസമുള്ള എന്തെങ്കിലും ബാഡ്ജ് ഉണ്ടാക്കണമെന്നാണ് ആഗ്രഹം. കോലം, ശംഖ്, ശിവസുന്ദർ, ആലിലകൃഷ്ണൻ, കൊടിക്കൂറ, കഥകളി, ആലവട്ടം, തിടമ്പ് തുടങ്ങിയ മാതൃകകളിലെ ബാഡ്ജുകൾ ഇവർ നേരത്തെ ഒരുക്കിയിട്ടുണ്ട്. സാധാരണക്കാർക്കു വേണ്ടി കുറഞ്ഞ നിരക്കിൽ തുണിത്തരങ്ങൾ ഒരുക്കുന്ന പെരുമ്പിള്ളിശ്ശേരി അന്ന സിൽക്സിൽ വിഷു, ഈസ്റ്റർ, റംസാൻ മെഗാ സെയിലിന് തുടക്കമായി. മെഗാ സെയിൽ ഉദ്ഘാടനം ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് നിർവഹിച്ചു. വിഷു, റംസാൻ പ്രമാണിച്ചുള്ള പുതിയ ഓഫറോട് കൂടിയിട്ടുള്ള പുതിയ കളക്ഷൻസ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നമ്മളെല്ലാവരോടും ഒത്തുചേർന്നിരിക്കുന്നത്. നമുക്കറിയാം, ഏതൊരു ആഘോഷത്തിൻ്റെയും പകിട്ട് കൂട്ടുന്നത് വസ്ത്രങ്ങളും ആഭരണങ്ങളും ആണ്. അപ്പോൾ എപ്പോഴും ഏറ്റവും ട്രെൻഡി ആയിട്ടുള്ള ഒരു പുതിയ കളക്ഷൻസ് തേടിക്കൊണ്ടാണ് എല്ലാവരും കയറിയിറങ്ങുന്നത്. അപ്പോൾ വളരെ വിവിധങ്ങളായ കളക്ഷനോട് കൂടിയിട്ട്, വിവിധങ്ങളായ ഓഫറുകളോട് കൂടിയിട്ട് ഇവിടെ തുടങ്ങിയിട്ടുള്ള ഈ നെറ്റ് സെയിൽസിൻ്റെ ഈ കളക്ഷൻസ് നല്ല രീതിയിൽ പൊതുജനങ്ങൾ ഉപയോഗപ്പെടുത്തട്ടെ. അതിനായിട്ട് എല്ലാവരും സഹകരിക്കുക. നമ്മുടെ ടീച്ചേഴ്സൊക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ എല്ലാവരുടെ ഭാഗത്തു നിന്നുള്ള സഹകരണം ഉണ്ടാകുന്നതിന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ഒരു ഓഫർ, ഈ വിഷു റംസാൻ കളക്ഷൻ ഒരു വൻ വിജയമായി തീരട്ടെ എന്ന് തന്നെ ആശംസിച്ചുകൊണ്ട്. സാരി 99 രൂപ മുതൽ, ഡബിൾ മുണ്ടുകൾ 199 രൂപ മുതൽ, കാവ്യമുണ്ടുകൾ 99 രൂപ മുതൽ, ബെഡ്ഷീറ്റ് 99 രൂപ മുതൽ, 4 തോർത്ത് 99 രൂപ, ലേഡീസ് ടോപ്പുകൾ 199 രൂപ. കൂടാതെ ഓരോ 2500 രൂപയുടെ പർച്ചേസിനും വെറും 1 രൂപയ്ക്ക് ഫാമിലി ബെഡ്ഷീറ്റും ലഭിക്കുന്നതാണ്. സാരികൾ, കുത്താമ്പുള്ളി സെറ്റ് സാരികൾ, സെറ്റ് മുണ്ടുകൾ, ജെന്റ്സ്, ലേഡീസ്, കിഡ്സ് വെയർ എന്നിവയുടെ വിപുലമായ ശേഖരം അന്ന സിൽക്സ് കസ്റ്റമേഴ്സിനായി ഒരുക്കിയിരിക്കുന്നു. സാധാരണക്കാർക്കു വേണ്ടി കുറഞ്ഞ റേറ്റിൽ വൈവിധ്യമാർന്ന കളക്ഷനുകൾ എത്തിയതായി മാനേജ്മെന്റ് അറിയിച്ചു. കൂടാതെ വിവാഹ പാർട്ടികൾക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നതിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളോടൊപ്പവും വിവാഹ പർച്ചേസുകൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ടും ഉണ്ടായിരിക്കുന്നതാണ്. ഉദ്ഘാടന സമയത്ത് നറുക്കെടുപ്പിലൂടെ 10 ഭാഗ്യശാലികൾക്ക് ഫാമിലി ബെഡ്ഷീറ്റ് എന്നിവ സമ്മാനിച്ചു. ചടങ്ങിൽ ജെയ്സൺ മഞ്ഞളി, ഷീബ ബൈജു, ജിഷ ജെയ്സൺ, മാനേജർ അൽജോ PJ എന്നിവർ പങ്കെടുത്തു. പള്ളിപ്പുറം ഗ്രാമീണ വായനശാലയും വിമുക്തി ക്ലബ്ബും സംയുക്തമായി മയക്കുമരുന്നിനെതിരെ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചു. പാറളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ ഉദ്ഘാടനം ചെയ്തു. പള്ളിപ്പുറം ഗ്രാമീണ വായനശാല അങ്കണത്തിൽ സംഘടിപ്പിച്ച കൂട്ടായ്മ യോഗത്തിൽ വായനശാല പ്രസിഡന്റും ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായ AK രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ വായനശാല പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ജാഗ്രതാ സമിതി രൂപീകരിക്കുകയും തുടർ പ്രവർത്തനമെന്ന നിലയിൽ ഗ്രാമത്തിലെ വിവിധ ഭാഗങ്ങളിൽ കുടുംബയോഗങ്ങൾ സംഘടിപ്പിക്കാനും തീരുമാനിച്ചു.
സാഹിത്യകാരി KR ദർശന, ചേർപ്പ് പാർലം നേതൃസമിതി കൺവീനർ MK വിലാസ്, ഗ്രാമസ്വരം പത്രാധിപർ അജയ് ഘോഷ്, വായനശാല സെക്രട്ടറി ജയാനന്ദൻ കുന്നത്ത്, CPI ബ്രാഞ്ച് സെക്രട്ടറി ഹരീഷ്, CPIM സെൻട്രൽ ബ്രാഞ്ച് സെക്രട്ടറി ശ്രീജിത്ത്, BJP പള്ളിപ്പുറം യൂണിറ്റ് പ്രസിഡന്റ് ബിനുരാജ്, CPIM വടക്ക് ബ്രാഞ്ച് സെക്രട്ടറി KR മനോജ്, തൊഴിലുറപ്പ് മേറ്റ് സന്ധ്യ, വായനശാല ഭരണസമിതി അംഗങ്ങളായ സജീവൻ മുളങ്ങിൽ, സുനിൽകുമാർ, ശ്രീകല ടീച്ചർ, കുടുംബശ്രീ ADS മെമ്പർമാർ എന്നിവർ സംസാരിച്ചു. കോൺഫെഡറേഷൻ ഓഫ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓൾ ഇന്ത്യ റോഡ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ഫെഡറേഷന്റെ ചലോ പാർലമെന്റ് മാർച്ചിന്റെ ഭാഗമായി AG's ഓഫീസിലേക്ക് മാർച്ച് നടത്തി. തുടർന്ന് നടന്ന പൊതുയോഗം CITU സംസ്ഥാന കമ്മിറ്റി അംഗം KF ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. MK ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഇന്ധനവില കുറയ്ക്കുക, ഡ്രൈവർമാരെ തുറങ്കിലടയ്ക്കുന്ന കരിനിയമങ്ങൾ കേന്ദ്രം പിൻവലിക്കുക, രാജ്യത്തെ മോട്ടോർ വാഹന തൊഴിലാളികൾക്ക് ക്ഷേമ പദ്ധതി നടപ്പിലാക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു സമരം. CMS സ്കൂളിന് മുന്നിൽ നിന്ന് ആരംഭിച്ച പ്രകടനം AG's ഓഫീസിന് മുന്നിൽ സമാപിച്ചു. KSRTCA ജില്ലാ സെക്രട്ടറി പ്രബിൻ പ്രഭാകരൻ, CITU ജില്ലാ സെക്രട്ടറി T സുധാകരൻ, ഓൾ കേരള ഡ്രൈവേഴ്സ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന സെക്രട്ടറി G രാധാകൃഷ്ണൻ, പ്രൈവറ്റ് ബസ് ട്രാൻസ്പോർട്ട് യൂണിയൻ ജില്ലാ ട്രഷറർ KR ആനന്ദൻ, M അഷ്റഫ്, K നന്ദകുമാർ എന്നിവർ സംസാരിച്ചു. PK അശോകൻ, KG സന്തോഷ്, AR കുമാരൻ, PC സുമേഷ്, രമേശ് രാജൻ എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. മുക്കാട്ടുകര സെന്റ് ജോർജസ് UP സ്കൂളിൽ ലഹരിക്കെതിരെ വായനയാണ് ലഹരി ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി പത്രം വീടുകളിലേക്ക് നൽകുന്നതിന്റെ വിതരണ ഉദ്ഘാടനം തൃശൂർ കോർപ്പറേഷൻ മേയർ MK വർഗീസ് നിർവഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്യാമള മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ മണ്ണുത്തി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ KC ബൈജു മുഖ്യാതിഥിയായി. മാതൃഭൂമി ദിനപത്രത്തിന്റെയും അഭ്യുദയകാംക്ഷികളുടെയും സാമ്പത്തിക പിന്തുണയോടെയാണ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. സെന്റ് ജോർജസ് UP സ്കൂൾ പ്രധാനാധ്യാപിക CL ലിനറ്റ്, സെന്റ് ജോർജസ് LP സ്കൂൾ പ്രധാനാധ്യാപിക സിസ്റ്റർ ആൻസി മരിയ, വിൻസെന്റ് കളപ്പുര, സെബാസ്റ്റ്യൻ ജോസഫ്, വിൻസെന്റ് കവലക്കാട്ട്, ജെൻസൺ ജോസ് കാക്കശ്ശേരി എന്നിവർ സംസാരിച്ചു. ചടങ്ങിന് ഡാനി ഡേവിസ്, മെജോ ജോർജ്, KR രാഹുൽ, CD ടോണി, MK ആൻഡോ, ജോർജ് മഞ്ഞയിൽ, പവിൻ തോമസ്, അധ്യാപകർ, അനധ്യാപകർ എന്നിവർ നേതൃത്വം നൽകി. പെരുമ്പള്ളിശ്ശേരി മിത്രാനന്തപുരം ശ്രീ വാമനമൂർത്തി ക്ഷേത്രത്തിലെ തിരുവോണ ഊട്ട് മാർച്ച് 25 ചൊവ്വാഴ്ച ആഘോഷിക്കുന്നു. രാവിലെ മുതൽ വിശേഷാൽ പൂജകൾ, മഹാഗണപതി ഹോമം, കാൽ കഴുകിച്ചൂട്ട്, ലക്ഷ്മി നാരായണ പൂജ, ഭൂമി പൂജ, നാമജപം, 11 മണിക്ക് പ്രസാദ ഊട്ട്, വൈകുന്നേരം നിറമാല, ചുറ്റുവിളക്ക് എന്നിവ ഉണ്ടായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 9633531374 8943703399 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 8215 രൂപ, പവന് 65720 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ജൽജീവൻ മിഷൻ പ്രവൃത്തിയുടെ ഭാഗമായി പൊളിച്ചിട്ട റോഡുകൾ പുനർനിർമ്മിക്കാത്തതിൽ പ്രതിഷേധിച്ച് BJP അവണിശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചേർപ്പ് വാട്ടർ അതോറിറ്റി ഓഫീസിന് മുൻപിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. പള്ളിപ്പുറം ഗ്രാമീണ വായനശാലയിൽ വായനാ വസന്തത്തിന്റെ ഉദ്ഘാടനവും ഹരിത ഗ്രന്ഥാലയ പ്രഖ്യാപനവും നടന്നു. വായനാ വസന്തത്തിന്റെ കവയിത്രി ദർശന ഉദ്ഘാടനം ചെയ്തു. പാറളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ വായനശാലയെ ഹരിത ഗ്രന്ഥാലയമായി പ്രഖ്യാപിച്ചു. തൃശൂർ അതിരൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസി നടത്തിയ സ്കോളർഷിപ്പ് പരീക്ഷയിൽ LP UP വിഭാഗങ്ങളിൽ 1ാം സ്ഥാനവും ഓവറോളും നേടിയ കോടന്നൂർ സെന്റ് ആന്റണീസ് UP സ്കൂൾ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും അനുമോദിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.